നമസ്കാരം. സെൽഫ് എംപ്ലോയിഡ് ടൈലർ കോഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ലേബലുകളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. നിങ്ങൾ വസ്ത്രം വാങ്ങാൻ കടയിൽ പോകുമ്പോൾ ആ വസ്ത്രങ്ങളിൽ പതിപ്പിച്ചിരിക്കുന്ന പലതരത്തിലുള്ള ലേബലുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ ലേബലുകൾ ആ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗമല്ല, അതായത് ഒരു ഫങ്ഷണൽ കമ്പോണൻ്റ് അല്ല. എന്നാൽ പല കാരണങ്ങളാൽ അവ അത്യന്താപേക്ഷിതമാണ്. സോ ലേബൽസ് ആർ നോട്ട് എ ഫങ്ഷണൽ കമ്പോണൻ്റ് ഓഫ് എ ഗാർമെൻറ്റ് ബട്ട് എസെൻഷ്യൽ ഫോർ മെനി റീസൺസ്. ഈ ലേബലുകൾ ആ വസ്ത്രത്തെക്കുറിച്ച് പലതും നമ്മോട് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ആ വസ്ത്രം നിർമ്മിച്ച കമ്പനിയുടെ പേര്, ഏത് രാജ്യത്താണോ ആ വസ്ത്രം നിർമ്മിക്കപ്പെട്ടത്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫൈബറുകൾ ഏതെല്ലാമാണ്, അതുപോലെ തന്നെ ആ വസ്ത്രത്തിൻ്റെ സൈസ്, ഈ വസ്ത്രം വാഷ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അയൺ ചെയ്യുമ്പോഴുമൊക്കെ കൊടുക്കേണ്ട കരുതലുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ പല വിവരങ്ങളും ആ ലേബലുകളിൽ അടങ്ങിയിരിക്കുന്നു. സോ വി ക്യാൻ ടെൽ എ ഗാർമെന്റ് ലേബൽ is a communicator between the buyer and the product. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ലേബലുകളാണ് വസ്ത്രങ്ങളിൽ കാണുന്നത്. ഒന്ന് മെയിൻ ലേബൽ, മറ്റൊന്ന് സബ് ലേബൽ. എന്താണ് മെയിൻ ലേബൽ? മെയിൻ ലേബലിൽ വസ്ത്രം വിൽക്കുന്ന കമ്പനിയുടെ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് ലോഗോയാണ് അടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു വസ്ത്രം വാങ്ങാൻ കടയിൽ പോവുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ഷർട്ട് വാങ്ങാനാണ് പോകുന്നതെങ്കിൽ നമ്മൾ കടയിൽ ചെന്ന് ആ ഷർട്ടിൻ്റെ ബ്രാൻഡിൻ്റെ പേരാണ് പറയുന്നത്. നമുക്ക് പരിചിതമായ അലൻ സോളി, വാൻ ഹുയിസൺ, ജോൺ പ്ലെയർ, പീറ്റർ ഇംഗ്ലണ്ട് മുതലായ ഈ ബ്രാൻഡിൻ്റെ പേരുകളാണ് നമ്മൾ കടയിൽ ചോദിക്കുന്നതും. ഈ ബ്രാൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വസ്ത്രം സിലക്ട് ചെയ്യുന്നത്. ഒരു ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ, ഈടുനിൽപ്പ്, അതുപോലെ തന്നെ ആ ഉൽപ്പന്നം ധരിക്കുമ്പോഴുള്ളൊരു സുഖം, ഫിറ്റ്നസ്, ഇവയെല്ലാം തന്നെ ബ്രാൻഡ് നെയിമുമായി അല്ലെങ്കിൽ ബ്രാൻഡ് ലെവലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്രാൻഡിൻ്റെ പേരിന് അല്ലെങ്കിൽ ബ്രാൻഡ് നെയിമിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണുള്ളത്. കാരണം കസ്റ്റമേഴ്സിന് അറിയാവുന്നത് അവർ കണ്ടും കേട്ടും പരിചയമുള്ള ബ്രാൻഡിൻ്റെ പേരുകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വസ്ത്രങ്ങൾ വാങ്ങുന്നത്. സബ് ലേബൽ എന്ന് പറയുന്നത് ഒരു ലേബലിൻ്റെ മാത്രമായിട്ടുള്ള ഒരു പേരല്ല, എന്നാൽ പല ലേബലുകൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അവ കെയർ ലേബൽ, സൈസ് ലേബൽ, പ്രൈസ് ലേബൽ, കോമ്പോസിഷൻ ലേബൽ, സ്പെഷ്യൽ ലേബൽ, ഫ്ലാഗ് ലേബൽ, മാനുഫാക്ചറർ ലേബൽ എന്നിവയെല്ലാം സബ് ലേബലിൽ ഉൾപ്പെട്ടിരിക്കും. കെയർ ലേബൽ വസ്ത്രങ്ങളിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ലേബൽ ആണ് കെയർ ലേബൽ. നിങ്ങളെല്ലാവരും തന്നെ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സിൽ ഈ ലേബൽ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാകും. ഒരു വസ്ത്രം വാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഉണക്കുമ്പോൾ, പിന്നെ അത് അയൺ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വ്യക്തമായി തന്നെ ഈ ലേബലിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില ലേബൽ ഡ്രൈ വാഷ് ഒള്ളി അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഒള്ളി എന്ന് പ്രത്യേകമായി എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് മെഷീൻ വാഷ് ചെയ്യാൻ പാടില്ല, കൈകൊണ്ട് അല്ലെങ്കിൽ ഡ്രൈ വാഷ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു സൂചന കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ എത്ര ഡിഗ്രി ചൂടിൽ ഇത് അയൺ ചെയ്യാം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഈ ലേബലിൽ പ്രത്യേകമായി കാണിച്ചിരിക്കും. നിങ്ങൾക്കറിയാം, ഒരു വസ്ത്രത്തിൻ്റെ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ നിലനിൽപ്പ് നമ്മൾ ആ വസ്ത്രത്തിന് കൊടുക്കുന്ന ഒരു ശ്രദ്ധ അല്ലെങ്കിൽ കെയറിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു വസ്ത്രം ഒരുപാട് കാലം നിലനിൽക്കുന്നതിന് വേണ്ടി ആ വസ്ത്രത്തിന് കൊടുക്കേണ്ട കെയർ അല്ലെങ്കിൽ സൂക്ഷ്മതയെക്കുറിച്ച് കസ്റ്റമർക്ക് ഒരു അറിവ് നൽകുന്നതിന് ഈ കെയർ ലേബൽ സഹായിക്കുന്നു. സൈസ് ലേബൽ
വസ്ത്രങ്ങളിൽ കാണുന്ന മറ്റൊരു ലേബലാണ് സൈസ് ലേബൽ. വസ്ത്രങ്ങളുടെ സൈസിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ലേബൽ. സാധാരണയായി എസ്, എം, എൽ, XL എന്നുള്ള ആൽഫബറ്റ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ 36, 38, 40, 42 എന്നുള്ള ഡിജിറ്റ്സ് ഉപയോഗിച്ചോ ആയിരിക്കും സൈസ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എസ് എന്ന് പറയുന്നത് സ്മോൾ, എം മീഡിയം, എൽ ലാർജ്, XL എക്സ്ട്രാ ലാർജ്, അതുപോലെ XS എക്സ്ട്രാ സ്മോൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. വസ്ത്രങ്ങളിൽ കാണുന്ന മറ്റൊരു സബ് ലേബലാണ് പ്രൈസ് ലേബൽ. ഈ ലേബലിൽ ആ വസ്ത്രത്തിൻ്റെ വില സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും. വസ്ത്രങ്ങളിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ലേബലാണ് കോമ്പോസിഷൻ ലേബൽ. ഈ ലേബലിൽ ആ വസ്ത്രം നിർമ്മിക്കുവാൻ ഏതെല്ലാം ഫൈബറാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും ഓരോ ഫൈബറും എത്ര ശതമാനം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുമുള്ള ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു വസ്ത്രത്തിലെ കോമ്പോസിഷൻ ലേബലിൽ 60% കോട്ടൺ, 40% പോളിസ്റ്റർ എന്നാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ആ വസ്ത്രം നിർമ്മിക്കുവാൻ 60% കോട്ടൺ ഫൈബറും 40% പോളിസ്റ്റർ ഫൈബറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ലേബൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചില വസ്ത്രങ്ങളിൽ 100% കോട്ടൺ അല്ലെങ്കിൽ 100% സിൽക്ക് എന്ന് കാണിക്കുന്ന ചില സ്പെഷ്യൽ ലേബലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ആ വസ്ത്രം 100% കോട്ടൺ ഫൈബർ കൊണ്ട് അല്ലെങ്കിൽ 100% സിൽക്ക് ഫൈബർ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് കൺസ്യൂമറെ അല്ലെങ്കിൽ ഉപഭോക്താവിനെ അറിയിക്കുന്നതിനും കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം സ്പെഷ്യൽ ലേബലുകൾ വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഫ്ലാഗ് ലേബൽ വസ്ത്രം വിൽക്കുന്ന കമ്പനിയുടെ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് ലോഗോ മെയിൻ ലേബലിന് പുറമെ സൈഡ് സീമിൽ ഒരു ചെറിയ ലേബലായി പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഘടിപ്പിച്ചിരിക്കുന്നതാണ് ഫ്ലാഗ് ലേബൽ. മാനുഫാക്ചറർ ലേബൽ ഈ ലേബലിൽ ഗാർമെന്റ് ബയേഴ്സ് ഗാർമെന്റ് മാനുഫാക്ചറേഴ്സിന് നൽകുന്ന കോഡ് ഉൾപ്പെട്ടിരിക്കും. അതായത് ഗാർമെന്റ് വാങ്ങുന്ന കമ്പനിക്കാർ ഗാർമെന്റ് നിർമ്മിക്കുന്ന കമ്പനിക്കാർക്ക് നൽകുന്ന പ്രത്യേക കോഡ് ഈ ലേബലിൽ ഉണ്ടായിരിക്കും. മിക്ക ഇന്റർനാഷണൽ ബയേഴ്സും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഗാർമെന്റ്സ് വാങ്ങുന്നവരാണ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള വസ്ത്രനിർമ്മാണ കമ്പനികളിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങുന്നവരാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബയർക്ക് തൻ്റെ പ്രത്യേക പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറെ ട്രേസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കണ്ടെത്തണമെങ്കിൽ ഈ കോഡ് അവരെ സഹായിക്കുന്നു. വസ്ത്രങ്ങളിൽ കാണുന്ന പലതരത്തിലുള്ള ലേബലുകളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്കുള്ള അസൈൻമെൻ്റ് ആണ് Prepare a collage collecting different types of labels attached to apparels. വസ്ത്രങ്ങളിൽ കാണുന്ന പലതരത്തിലുള്ള ലേബലുകൾ കളക്ട് ചെയ്ത് അതുകൊണ്ട് ഒരു കൊളാഷ് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.